വടക്കേ മലബാറുകാരുടെ പ്രത്യേകിച്ച് പയ്യന്നൂരുകാരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പൂരോത്സവം. പയ്യന്നൂർ മാവിച്ചേരി കുറുമ്പക്കാവിലെ പൂരവിശേഷങ്ങളാണ് ഇന്ന് നാം പ്രേക്ഷകരോട് പങ്കിടുന്നത്. ഉച്ചസൂര്യന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന കസവുമുണ്ടുകൾ, മുടി മേലെ കെട്ടി ആഭരണങ്ങൾ അണിഞ്ഞ പെൺകൊടികൾ, അവർക്ക് കാവൽ നിൽക്കുന്ന ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം. ഉത്തര മലബാറിൽ മീനമാസത്തിലെ കാർത്തിക നാളിൽ വസന്തത്തെ വരവേൽക്കുന്ന ഈ പൂരോത്സവ കാലത്ത് പയ്യന്നൂർ മാവിച്ചേരി ശ്രീ കുറുമ്പക്കാവിൽ നടക്കുന്നത് മറ്റെങ്ങും കാണാത്ത വേറിട്ട അനുഷ്ഠാനങ്ങളാണ്. മറ്റിടങ്ങളിൽ കാമദേവന്റെ രൂപമുണ്ടാക്കി പ്രഭാതത്തിൽ പൂവിടൽ ചടങ്ങുകൾ നടക്കുമ്പോൾ മാവിച്ചേരി കുറുമ്പക്കാവിൽ സങ്കല്പങ്ങൾക്കും ചടങ്ങുകൾക്കും പ്രത്യേകതകൾ ഏറെയാണ്. ഇവിടെ കാമദേവന്റെ വിഗ്രഹമില്ലാതെയാണ് പൂജ നടക്കുന്നത്. പകരം പള്ളിയറയ്ക്ക് മുന്നിൽ പീഠം വെച്ച് അതിന്മേലാണ് പൂവിടുക. ഇതുപോലെ കാവിലെ മറ്റ് പള്ളിയറകൾക്ക് മുന്നിലും കുളപ്പടവിലും നാഗക്കാവിലും പൂവിട്ട് പൂജിക്കും. ആ പൂ കൊണ്ടുവന്നിട്ട് പഴുപ്പിരിയിൽ വെച്ചിട്ട് പൂ ചാർത്തണം. അത് 5 അതളിൽ ഒറ്റക്ക് ചാർത്തിട്ട് ഇടണം. ആ ചാർത്തി ഇട്ടിട്ട് ഏകദേശം കുഞ്ഞൊക്കെ കുളിക്കേണ്ട സമയം നമുക്ക് ഇടാം. ചാർത്തി കഴിഞ്ഞ പാടുകൾ കുളിക്കണം. അപ്പോൾ കുളിച്ചാൽ ഇവിടെ അതിൻ്റെ ഉള്ളിൽ അടിയന്തരം വേണം എന്ന് പറഞ്ഞാൽ തിരുവായുധം താത്ത് വെക്കും. തിരുവായുധം താത്ത് വെച്ചാൽ അത് ബീപ്പ് തടി അതിന് കൃത്യമായിട്ട് പൂഞ്ഞെന്നാണ് കൊടുത്തിട്ട് അത് ഉള്ളിലേക്ക് നിറച്ച് വെക്കണം. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കുളിച്ച് ഉണ്ണത്തെ മാറ്റിയിട്ട് രംഗത്ത് വരും. രംഗത്ത് പെരുവണ്ണം ആദ്യം എടുത്ത് ആ സമയം ആവുമ്പോഴൊക്കെ പൂടാനാവില്ല എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് 2 മണിയാവും, 1 മണിയാവും, 12 മണിയാവും. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വന്നാലേ പരീക്ഷ പൂടാനാണ്. അങ്ങനെ രാവിലെ പൂടുന്ന ഇവർക്ക് വൃത്തത്തിൽ ഇതിന് പ്രദർശനം വന്നിട്ട് വേണം പൂടാൻ. അപ്പോൾ അതിന് സമയം പിടിക്കും. അങ്ങനെയാണ് ചടങ്ങ്. സാധാരണയായി രാവിലെ നടക്കാറുള്ള ചടങ്ങുകൾക്ക് പകരം ഇവിടെ ഉച്ചയോടെയാണ് പൂവിടൽ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പലവിധ പൂക്കൾ പൂരോത്സവത്തിന് ഉപയോഗിക്കാറുണ്ടെങ്കിലും മാവിച്ചേരി കുറുമ്പക്കാവിൽ ചുവന്ന ചെമ്പകവും മഞ്ഞ ചെമ്പകവും മാത്രമാണ് പൂജയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. ഋതുമതികളാവാത്ത 5ഓളം പെൺകുട്ടികളാണ് വ്രതനിഷ്ഠയോടെ കാവിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കാവുകളിലും നാട്ടിൻപുറങ്ങളിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെമ്പകമരങ്ങൾ തേടിയുള്ള ഇവരുടെ യാത്ര ഈ വസന്തകാലത്തെ മനോഹരമായ കാഴ്ചയാണ്. കൈനിറയെ ചെമ്പകപ്പൂക്കളുമായി മന്ദം മന്ദം ഭഗവതിക്കാവ് വലം വയ്ക്കുന്ന ഈ പെൺകൊടികളുടെ കാഴ്ച അതിമനോഹരമാണ്. കാറ്റിന് പോലും പൂമണമുള്ള ഈ നാളുകളിൽ ഉത്തര മലബാറിലെ ഓരോ കാവുകളും വസന്തത്തിന്റെ പര്യായമായി മാറുന്നു. മാവിച്ചേരിയിലെ ഈ വസന്തോത്സവം കേവലം ഒരു ആചാരമല്ല, മറിച്ച് പ്രകൃതിയെയും യൗവനത്തെയും പ്രണയത്തെയും ആഘോഷിക്കുന്ന മഹത്തായ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. പൈതൃകവും ഭക്തിയും ഇഴചേരുന്ന ഈ പൂരോത്സവം മാർച്ച് 31-നാണ് സമാപിക്കുക. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.